ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇളം ചൂടുള്ള വെള്ളം ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 2 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടി കൂടി ഒന്ന് വെതറി കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് ഗോതമ്പ് പൊടിക്കാണ് ഇത്ര എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വെള്ളത്തിലേക്ക് ഇത് മുഴുവനുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/3 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, കട്ടയായിട്ടുള്ള ശർക്കര. പിന്നെ അതിലേക്ക് തന്നെ ഒരു 1/3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ ആ മാവും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു മാവിലേക്ക്, ആ ഒരു ഗോതമ്പിൻ്റെ മാവിലേക്ക് ആ ഒരു ശർക്കരപ്പാനിയും ആ ഒരു ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.